അങ്ങനെ അവസാനം പണി കിട്ടി ഗൈസ്, പണി കിട്ടി, പണി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. തന്നെയും ഭാര്യയും അപമാനിച്ചതിന് മന്ത്രി റിയാസ്, മന്ത്രിയാണ് കേട്ടോ, മന്ത്രി കേസ് കൊടുത്ത പണിയാണ്, ഒരു 1.5 പണിയാണ് കിട്ടുക. പരാതി, റിയാസിന്റെ പരാതി, കേസെടുത്ത് പോലീസ്, കള്ളക്കേസിനെതിരെ നേരിടുമെന്ന് ജാമിദ ടീച്ചർ. ഞാനിത് വേറെ കുറേ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ എങ്ങ് സ്കിപ്പ് ചെയ്യുന്നു. ഇത് എടുത്ത് വെച്ച് വായിക്കണമെന്ന് എനിക്ക് തോന്നി. ഇതെന്താണെന്ന് അറിയാമോ? ഇത് ആരെഴുതിയതാണെന്ന് അറിയാമോ? റിജു കാലിക്കട്ട്. ആരുടെ ഇപ്പോൾ റിജു കാലിക്കട്ട്? മറുനാടൻ മലയാളി, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, മലനാടൻ മലയാളിയുടെ സ്വന്തം ലേഖകൻ റിജു കാലിക്കട്ട്. പുള്ളി വേറൊരു കാര്യത്തിൽ ഫേമസാണ്, അതറിയോ നിങ്ങൾക്ക്? എന്ന് ഞാൻ പറഞ്ഞുതരാം. ഫേമസ് ആയ കാര്യം ഏതാണെന്നല്ലേ? സിമ്പിളാണ്. നമ്മുടെ യൂസുഫ് അലി 2ാമരെ വീണ്ടും കെട്ടി, അന്യം കെട്ടി, ഭാര്യനെ വീണ്ടും കെട്ടി എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത ഉണ്ടാക്കിയതിൽ 1ാം പ്രതി മലനാടനും 2ാം പ്രതി ഈ റിജുവാണ്. അപ്പം അങ്ങേരെ എഴുതിയ ഒരു വിവരണമാണ്. അപ്പം ആ ഒരു ഇതങ്ങോട്ട് വെച്ചാൽ മതി. എന്താ വിശേഷം എന്ന് അറിയണ്ടേ? ജാമിദ ചേച്ചി പറഞ്ഞു റിയാസ് അണഞ്ഞ് 4 കെട്ടാന്ന്. അതിനിപ്പോൾ എന്താ, 4 കെട്ടിക്കൂടെ? മുസ്ലിങ്ങളൊക്കെ ആകുമ്പോൾ 4 കെട്ടാന്ന് തന്നെയല്ലേ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, പുള്ളി കമ്മ്യൂണിസ്റ്റാണ്, പുള്ളിക്ക് അതങ്ങോട്ട് കൊണ്ടു. കാരണം പുള്ളി 2ാമത്തെ വിവാഹമാണെങ്കിലും ഭാര്യയെ ഇസ്ലാം മത നിയമപ്രകാരമല്ല വിവാഹം കഴിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇന്ത്യൻ വ്യവസ്ഥിതികളെ അംഗീകരിക്കുന്ന രീതിയിലുള്ളൊരു വിവാഹം. ഇപ്പോഴും ആ പെങ്കൊച്ച് അതിൻ്റെ അതേ മതവിഭാഗത്തിൽ തന്നെയല്ലേ ഉള്ളത്. മതം മാറ്റിയോ എന്തെങ്കിലും ചേഞ്ചസ് ആ കുട്ടിയുടെ ദേഹത്തോ വസ്ത്രാധികരണങ്ങളിലോ വല്ലതും ഉണ്ടോ? ഇല്ല. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ നോക്കി മതത്തിൻ്റെ പേരും പറഞ്ഞ് ഒന്നാക്കിയാൽ, ഈ പേര് ഉണ്ട് എന്ന് കരുതിയിട്ട് ആ പേര് ഉള്ളവരെ എല്ലാം എടുത്തു വെച്ചങ്ങോട്ട് ഊക്കുന്ന പരിപാടിയാണ് നമ്മുടെ ജാമി കൊച്ചിന്. അപ്പം ജാമിദയ്ക്ക് അതിനൊരു പണി കിട്ടി. ഇസ്ലാം മതം വിട്ട് സ്വതന്ത്ര ചിന്തയിലേക്ക് വന്ന ജാമിദ ഇസ്ലാം മതത്തിനെ കളഞ്ഞു കേട്ട പുള്ളിക്കാരി സ്വതന്ത്ര ചിന്ത. അതെന്തു തരം സ്വതന്ത്ര ചിന്തയാണ്? ഇതിനകത്ത് അപമാനിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആരാണ്? നമ്മുടെ മുനീറിൻ്റെ ഭാര്യ വീണ. നന്നായി അപമാനിക്കപ്പെടുന്നുണ്ട്, പല രീതിയിലായിട്ട് അപമാനിക്കപ്പെടുന്നുണ്ട്. ഇവരുടെ ടൈം ലൈനിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇവരുടെ പേജുണ്ട്, അതിനകത്ത് കയറി നോക്കണം. അപ്പോൾ അതിനകത്ത് അവരാരാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ എക്സ് മുസ്ലിം എന്നല്ല എഴുതിയിരിക്കുക, സ്വതന്ത്ര ചിന്തകൻ. അതിനകത്ത് കുറേ ലിസ്റ്റുകളുടെ പേര് ലിസ്റ്റുകളായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റുകളിൽ പെടുന്നതാണ് റേഷണലിസ്റ്റ്, എത്തിസ്റ്റ്, ആക്ടിവിസ്റ്റ്, ഫെമിനിസ്റ്റ്. ഒരു പ്രത്യേകതരം ഫെമിനിസമാണ് പുള്ളിക്കാരത്തേക്ക്. ഏത് പെമ്പിളരെ എടുത്തു വെച്ച് കൊടുക്കുന്നതാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് വെച്ചാൽ ഒന്നുമില്ല. പുള്ളിക്കാരത്തേക്ക് മേത്തച്ചിയായാൽ മാത്രമാണ് പ്രശ്നം. മുസ്ലിങ്ങളെ അങ്ങോട്ട് അനുകൂലിക്കുന്ന പെണ്ണുങ്ങളോ മുസ്ലിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും ലിംഗപ്പുള്ള പെണ്ണുങ്ങളെ അങ്ങോട്ട് എടുത്തു വെച്ചാലേക്കും. അതേസമയം ഹണി ട്രാപ്പിൽ ഉൾപ്പെട്ട ഈ ചങ്കികളെ അനുകൂലിക്കുന്നവളാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു പ്രത്യേകതരം ഫെമിനിസമാണെന്ന് അതാണ് പറഞ്ഞു തന്നത്. നമുക്ക് വാർത്ത ഒന്നുകൂടെ വായിക്കാം. തന്നെയും ഭാര്യയും സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചുവെന്ന് പറഞ്ഞ് പൊതുമരാമത്ത് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ PA മുഹമ്മദ് റിയാസ് നൽകിയ പരാതിയിലാണ് കോഴിക്കോട് കൊയിലാണ്ടി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ലഹളയുണ്ടാക്കുന്നതിനും 153 ഇരുവിഭാഗവും തമ്മിൽ സംഘർഷമുണ്ടാക്കുമെന്ന ഉദ്ദേശത്തോടു കൂടി 295A മന്ത്രി PA മുഹമ്മദ് റിയാസിനെയും ഭാര്യയെ പറ്റിയും ജാമിദ ടീച്ചർ ഫേസ്ബുക്കിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് FIRൽ പറഞ്ഞിരിക്കുന്നത്. SP-ക്ക് നേരിട്ടാണ് മന്ത്രി പരാതി നൽകിയത്. ശിവനെയും മന്ത്രി നേരിട്ട് SP-ക്ക് പരാതി. എന്നാൽ ഇത് കള്ളക്കേസാണെന്നും മുമ്പ് ക്രൈം നന്ദകുമാറും മറിയക്കുട്ടി, ചട്ടി മറിയ, തമ്മിൽ നടത്തിയ ഒരു അഭിമുഖത്തിൽ വീഡിയോ റിവ്യൂ ചെയ്ത് താൻ നടത്തിയ പരാമർശം വളച്ചൊടിക്കുകയാണെന്നുമാണ് ജാമിദ ടീച്ചർ പ്രതികരിക്കുന്നത്. 6 മാസം മുമ്പ് മറിയക്കുട്ടി നടത്തിയ പരാമർശങ്ങൾ ഒരു റിവ്യൂ പോലെ ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ പരാതിക്ക് ആധാരം. മറിയക്കുട്ടി ചേർത്തി ചെയ്ത വീഡിയോയിൽ പരാമർശം ഇങ്ങനെയായിരുന്നു: പിണറായി വിജയൻ അല്ല മറ്റൊരു മുഖ്യമന്ത്രിയാണ് വരുന്നതെങ്കിലും വീണയെ ഒഴിവാക്കി ഇനി വരുന്ന മുഖ്യമന്ത്രിക്ക് ഒരു മകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെയും റിയാസ് പോകും. വ്യക്തിയെത്തിയല്ലേ? ഇതിനകത്ത് മതമുണ്ടോ? ഇല്ല. ശരിയാണ്, ഇസ്ലാം മത വിഭാഗങ്ങൾക്ക് 4 അല്ല 40 കിട്ടാം. 4 പേരെ നിലവെക്കാൻ പറ്റുള്ളൂ. 4 പേരിൽ കൂടുതൽ വെക്കാൻ പറ്റത്തില്ല. 4 പേരെ വിവാഹം കഴിക്കാം, നിലനിർത്താം, പിന്നെയും കളയാം, പിന്നെയും കെട്ടാം. അങ്ങനെയാണ് ഇസ്ലാം മതത്തിൽ നിയമം, അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ മതനിയമം അനുസരിച്ച് ജീവിക്കാത്ത ഒരു വ്യക്തിയെ നോക്കി അത്തരം പോക്രിത്തരങ്ങൾ പറഞ്ഞാൽ അദ്ദേഹത്തിന് കേസ് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? പുള്ളിക്കത്തി ജുത്തിവതി എന്നാ പറയുന്നത്. പിന്നെ ഈ വിവാഹത്തിന്റെ കാര്യം, അല്ല പുള്ളിക്കാരത്തിയും മേത്തച്ചിയാണ്, മുസ്ലിമാണ്. അപ്പൊ മുസ്ലിം സ്ത്രീയായ ഇവർ
3 കെട്ടിയിട്ടുണ്ട്. കെട്ടലാണോന്ന് ചോദിച്ചാൽ ഇസ്ലാം മതത്തിൽ പിന്നെ രജിസ്ട്രേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നിക്കാഹ് എന്ന് പറയുന്ന ഒരു ചടങ്ങാണ്. അപ്പനും മാപ്പിളയും കൂടെ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ സഹോദരനും മാപ്പിളയും കൂടെ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ മാമനാരും മാപ്പിളയും കൂടെ ചെയ്താൽ മതി. ഇനി വയസ്സിന് മൂത്ത മകനുണ്ടെങ്കിൽ ആ മകനും മാപ്പിളയും കൂടെ ചെയ്താൽ മതി. ഏത് അങ്ങനെ. അപ്പം അങ്ങനെയാണ്. മുതിർന്ന പുരുഷൻ കെട്ടിക്കൊടുക്കണം. പെണ്ണിന് വലിയ റോളൊന്നും ഇതിനകത്തില്ല. പെണ്ണിന് ബെഡ്റൂമിലാണ് റോള്, ഉച്ചുണ്ടാക്കുക എന്നുള്ളതാണ് റോള്. അപ്പം അങ്ങനെയുണ്ട്. അതൊക്കെ മാറി വരുന്ന കേട്ടാ, പുരോഗമനമൊക്കെ വരുന്നുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നത് തർക്കിക്കുന്നില്ല. പക്ഷേ അതിന് അവർ രണ്ടും നമ്മളുടെ സൊസൈറ്റിക്ക് കൊടുത്ത ഒരു പുരോഗമനപരമായ കാഴ്ചപ്പാടിലെ ഏറ്റവും നല്ല ഒരു കാര്യമാണ് അവരുടെ വിവാഹം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ മതപരമായ ചടങ്ങുകളോ ഒരു സാഹചര്യം അതിനകത്തില്ല. അവരുടേതുണ്ടോ? ഇല്ല. അവരും അങ്ങനെ ഒരു മതപരമായ സാധനവും കൊണ്ട് വന്നിട്ടില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മംഗളാശംസകൾ പറഞ്ഞ് കഴുത്തിലൊരു മാല, രണ്ടുപേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഇത് തീർന്നു. സുഖമായി ജീവിക്കുന്നു. ഭർത ഇട്ടുകൊണ്ട് ആ സ്ത്രീയെ കണ്ടിട്ടില്ല, പൊട്ടും കുത്തിക്കൊണ്ട് ഇദ്ദേഹത്തിനെയും കണ്ടിട്ടില്ല. രണ്ടുപേരെ മതാചാരങ്ങളുമായി മുൻപോട്ട് പോകും. വിവാഹമോ വിവാഹമോചനമോ ഒക്കെ ഇവിടെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളുമാണ്. ഇത് രണ്ടും എടുത്തു വെച്ച് പറയാൻ പറ്റുന്ന തക്കതായ ഒരു സാധനം അതിനകത്തില്ല. പിന്നെ എങ്ങനെ ഇദ്ദേഹത്തിന് ഇവരാക്രമിച്ചു? നിസ്സാരം മുസ്ലിമല്ലേ, പുള്ളിക്കാരനെ ഒന്ന് കൊട്ടാൻ പറ്റിയ അതിൽ കിട്ടുന്നൊരു റീച്ച് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ശങ്കിസ്റ്റ്. അതാണല്ലോ അവിടെ മിസ്സിങ് ആണ്. ഇവരുടെ പേജിൽ ഇവർ എത്തിസ്റ്റ്, ഫെമിനിസ്റ്റ്, ആക്ടിവിസ്റ്റ്, റെഷണലിസ്റ്റ്, സംഗിസ്റ്റ് എന്ന് എഴുതാൻ വിട്ടുപോയി. ദാറ്റ് ഈസ് എ. ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയാം. പുള്ളിക്കാരത്തെ 3 കെട്ടിയിട്ടുണ്ട്. ആദ്യത്തെ കല്യാണം ഒരു ഈശ്വര വിശ്വാസിയെ തന്നെയായിരുന്നു. കഞ്ചാവൊക്കെ ആണെന്ന് പറഞ്ഞാൽ അങ്ങേരെ കളഞ്ഞു. രണ്ടാമതൊരു ജുത്തിവാദിയെ കെട്ടി. ഒരു പ്രത്യേകതരം ജുത്തിവാദിയാണ് അലിയണ്ണൻ. നിക്കാഹായിരുന്നു. 3 മാസം അവിടെ നിന്ന് അവസാനം അലിയണ്ണൻ്റെ മക്കൾ വന്ന് ചെവിക്ക് തൂക്കി എടുത്ത് മുറ്റത്തിട്ട് ഓർറിയെന്ന് പറഞ്ഞു. ഏരിയ കണ്ടുവരും. 4 പെമ്മക്കളാണ്. അതിലൊരു കുട്ടിയാണെങ്കിൽ വിധവയും കൂടെയാണ്. ആ കൊച്ചിനെ സഹിക്കുന്നില്ല. കാരണം വാപ്പാടെ സ്വത്ത് നോക്കിയിട്ട് കയറി വന്നതെന്ന് മനസ്സിലായി. എടുത്ത് കുറ്റത്തിട്ട് ഇറങ്ങി ഓടി. ഇപ്പോൾ ഉള്ള ഒരുത്തന്നെ ഈശ്വര വിശ്വാസിയാണ്. എൻ്റെ ഒരു സംശയമാണ്. ഈ മുനീറിനെ പറഞ്ഞ പുള്ളിക്കാരത്തിയോട് എൻ്റെ ഒരു സംശയം, ഒരു നിസ്സാര സംശയം ചോദിക്കുന്നതാണ്. അല്ല, എൻ്റെ മാപ്പിള ഒരു ഈശ്വര വിശ്വാസിയല്ലേ? എൻ്റെ മാപ്പിള ഈശ്വര വിശ്വാസിനെ ജമാഅത്തി പേരുണ്ടാവും, പള്ളിയിൽ ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആള് ഒരു നിരീശ്വരവാദിയെ അന്നെ കെട്ടുമ്പോൾ ജമാഅത്തേരെ ചോദ്യം ചെയ്യത്തില്ലേ? അതെന്താ ചോദ്യം ചെയ്യാത്തേ? അപ്പം എൻ്റെ മാപ്പിള ആണോ അയാൾ? അല്ല. എന്തൊക്കെ സംശയങ്ങളുണ്ട്. എനിക്കുള്ള സംശയമാണ് ഞാൻ പറഞ്ഞത്. ആക്ച്വലി ഇപ്പോൾ ഉള്ളതൊരു സെറ്റപ്പാണ്, അത്രേ ഉള്ളൂ. ഇത്തരത്തിലൊരു വൾഗറായിട്ടുള്ളൊരു ജീവിത രീതി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മാഡം ഇരുന്നു കൊണ്ട് അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഫാമിലിയെ നോക്കിയിട്ട് ചെറ അങ്ങോട്ട് തള്ളി മറിക്കലാണ്. കമ്മ്യൂണിസ്റ്റുകാർ കുറച്ച് കുഴപ്പക്കാരാണ് എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞാൽ സംഘികൾക്ക് ഭയങ്കര സന്തോഷമാവുകയും അപ്പം പിന്നെ എടുത്തു വെച്ച് അങ്ങോട്ട് എടുക്കുക അല്ലേ? എന്തായാലും തന്ത്രം വിജയിച്ചു എന്നുള്ളതാണ്. ഞാൻ 1-2 യുക്തിവാദികളുടെ പേര് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, പലരും പരാമർശിക്കുന്ന ഒരു കാര്യമാണ് യുക്തിവാദം അല്ലെങ്കിൽ ഫ്രീ തിങ്ക് തലയിൽ കയറിയാൽ ആദ്യം അവർ ചെയ്യുന്നത് ഒരു യൂട്യൂബ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ഈ മിക്കവാറുമുള്ള എക്സ് മുസ്ലിമിൻ്റെ ഒരു കളി അതാണ്. ഈ യുക്തിവാദി എന്ന് ഞാൻ പറയുമ്പോൾ KYSൻ്റെ ആൾക്കാരാണ് ഞാൻ പറയുന്നത്. അതാണ് റിയൽ യുക്തിവാദികൾ. അല്ലാതെ മറ്റേ കുയുക്തിവാദം പറഞ്ഞുകൊണ്ട് നടക്കുന്ന എസൻസുകാരല്ല ഞാൻ പറഞ്ഞത്. അവർ യുക്തിവാദി അല്ല എന്നുള്ള തെളിവാണത്. യുക്തിവാദം വരുന്ന മനുഷ്യർ ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. ഞാൻ നമ്മുടെ ബാബുജിയുടെ ഒരു സമരം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ കണ്ട ഒരു സിനാരിയോ, അതിൽ ഒരുപാട് പേര് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നമ്മളെ രാജഗോപാൽ വാഗത്താനം പുള്ളിക്കാരൻ അതിനകത്തുണ്ടായിരുന്നു. അതേപോലെ അനുബന്ധമായിട്ട് കുറേ KYSൻ്റെ കുറേ അധികം പേര് ഞാൻ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ ഒന്നുകിൽ അധ്യാപകരായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും, 100% ജോലിയുള്ളവരായിരിക്കും. രാജഗോപാൽ വാഗത്താനം വലിയൊരു ഓഫീസറായിരുന്നു. അതിൽ നിന്ന് റിട്ടയറായി ഇപ്പോൾ പെൻഷൻ പറ്റി നടക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് ഇതൊന്നും പോരാതെ ഈ സന്നത്തെടുത്തിട്ട് പുള്ളി LLB ചെയ്തിട്ടുണ്ട്. ഇപ്പം ബാധിക്കാനൊന്നും പോകുന്നില്ലെങ്കിലും വക്കീലുമാണ്. ഒന്നും ചെയ്യാതിരിക്കുന്നവനല്ല യുക്തിവാദി എന്നാണ് പറഞ്ഞു വരുന്നത്. മാത്രമല്ല ഈ സംഘടന KYS സംഘടന, SNDP സംഘടന പോലെ തന്നെ കമ്മ്യൂണിസം പോലെയൊക്കെ തന്നെ അത്രയും സ്ട്രോങ് ആയ ഒരു വിഭാഗമാണ്. അവർ സ്ട്രോങ് ആണ്. കാരണം അവർക്കിടയിൽ തന്നെ പിരിവുകളുണ്ട്. അവർക്കിടയിൽ തന്നെ അവരുടെ എമൗണ്ട് ക്രയവിക്രയം നടത്താൻ തക്കവണ്ണം പ്രാപ്തരായ ഒരുപാട് മനുഷ്യർ അതിനകത്തുണ്ട്. 1-2 പേരെ പറയാം. മധു, അദ്ദേഹം ഒരു അധ്യാപകനാണ്. സുമനൻ സാറിനെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവരെല്ലാം മധ്യപ്രദേശിൽ അങ്ങോട്ടൊക്കെ ഉള്ളവരെടുത്ത് വെച്ച് കൊട്ടിഘോഷിക്കുന്ന ഒരു നിയമം അത് കൊണ്ടുവന്നത് സുമനൻ സാറാണ്. അദ്ദേഹം മരണപ്പെടുമ്പോഴേ നിങ്ങളത് പറയുള്ളൂ. കാരണം അതുവരെ പറയത്തില്ല. ജീവിച്ചിരിക്കുന്നവർക്ക് വലിയ വാല്യൂ ഉള്ള നാടൊന്നുമില്ല നമ്മളെ നാട്. അദ്ദേഹം കൊണ്ടുവന്ന നിയമം എന്താണെന്നറിയാം? ബാങ്കുവിളി തൊട്ട് ഇങ്ങേയറ്റം പരിസരം, അതായത് നമ്മളുടെ ശബ്ദ മലിനീകരണത്തിനെതിരെ സുപ്രീം കോടതി വരെ പോയി ഒരു വിധി സമ്പാദിച്ച ആളാണ് സുമനൻ സാർ. എത്ര പേർക്കറിയാം? അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് ഇതുപോലെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കര ബഹളം, പാട്ട് കൂത്ത്, ഭയങ്കര സ്വസ്ഥതയില്ല. ഇങ്ങനെ കൊണ്ടുപോയി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു. പെറ്റീഷൻ വിജയിച്ചു. മറ്റുള്ളവർക്ക് ഉപദ്രവകരമാകുന്ന രീതിയിൽ മൈക്ക് സെറ്റ് വെച്ചിട്ടുള്ള അലറൽ പറ്റില്ല. അതിനിപ്പോൾ ആര് ചെയ്താലും പറ്റത്തില്ല.
ആ സാധനം തന്നെയാണ് ഇപ്പോൾ അങ്ങ് നോർത്ത് സൈഡിലേക്ക് എടുത്ത് മുസ്ലിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നത്, നിയമം പാസ്സാക്കി കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായ ഒരു നിയമം ഉണ്ടാക്കിക്കൊണ്ടുവന്നത് സുമനൻ സാർ. അദ്ദേഹം ആരാ? അദ്ദേഹം ഒരു അധ്യാപകനാണ്. അദ്ദേഹം ഒരു അധ്യാപകനാണ്, തീവ്രമായി, അതായത് നമുക്ക് കറ തീർന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു യുക്തിവാദിയാണ്. KYSന്റെ സംഘടനയാണ്. ഈ KYS എന്ന് പറയുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്, യുക്തിവാദികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ജാമ്യത ഇരുന്നുകൊണ്ട് ചില നേരം ഇരുന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. അതെന്താ നിരീശ്വരവാദികൾക്ക് ഈശ്വര വിശ്വസികളെ കല്യാണം കഴിച്ചാൻ പാടില്ല? അത് കുയുക്തിവാദമുള്ള യുക്തിവാദികളാണ്. റിയൽ യുക്തിവാദികളാണെങ്കിൽ, യുക്തിവാദി സംഘടനയിലുള്ളവരാണെങ്കിൽ, നിങ്ങളുടെ അകരാതിയിൽ ഒരാൾ പോലും മറ്റൊരു രീതിയിൽ ഇതുപോലെ ചേഷ്ടകൾ കാണിച്ചിട്ട് അവരെ തിരുത്താൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ല, നിങ്ങൾ ആ സംഘടന ഇരിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്ന് ഓപ്പണായിട്ട് പറയുന്ന ആൾക്കാരാണ്. ഇനി ഗംഗൻ അഴിക്കോട്, അദ്ദേഹം ടീച്ചറാണ്. D പ്രകാശൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനാണ്. മധു, അദ്ദേഹം അധ്യാപകനാണ്. ഇരിങ്ങൻ കൃഷ്ണൻ, ഇതും അധ്യാപകനാണ്. രാജഗോപാൽ വാഗത്താനം വ്യവസായ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയറായി. ഇവർക്കൊക്കെ റിട്ടയർമെൻ്റായി, അതിൻ്റെ എമൗണ്ട് ഉണ്ട്. ഇനി സുമനൻ എന്ന് പറയുന്ന അദ്ദേഹം, ആ അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ നല്ലൊരു ശതമാനം അദ്ദേഹം നീക്കി വെച്ചിരിക്കുകയാണ് ഈ KYSന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ കുറേയധികം ബന്ധുക്കൾ വന്നിട്ട്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ബന്ധുക്കൾ വന്നിട്ട് ഒച്ചയുണ്ടാക്കി, ബഹളം ഉണ്ടാക്കി, ഞങ്ങൾക്ക് വേണം. അദ്ദേഹം പറഞ്ഞത് ഞാൻ വല്ലവരുടെയും ദാരിദ്ര്യം തീർക്കാനല്ല, ഇതേപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന KYS പ്രവർത്തകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ സ്വത്തിൻ്റെ വിഹിതം കൊടുക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം അങ്ങനെ വളരെയധികം നിലപാടോടുകൂടി ജീവിക്കുന്ന ഒരുപാട് യുക്തിവാദികൾക്കിടയിലാണ് കുയുക്തിവാദം പറഞ്ഞുകൊണ്ട് ഒരു മതത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രത്യേകതരം സാധനത്തിന് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവർ ഈ പറയുന്ന ഇസ്ലാം മത വിശ്വാസത്തിനെതിരായി എന്തെങ്കിലും ഒരു മുന്നോട്ട് നീക്കം, ഇപ്പം ഞാൻ പറയല്ല, PP സുഹറ അവർ സ്വത്തവകാശത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, ഇവർ കൊടുത്തിട്ടുണ്ടോ? എന്നിട്ട് ജോയിന്റ് ആണോ? അല്ല. ഇവർക്ക് ആ സമൂഹത്തിനെ അങ്ങോട്ട് തുടച്ചു നീക്കണമെന്നാണ്. തിരുത്തലുകളോ അതിലെന്തെങ്കിലും കുറവുകളോ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കും, അങ്ങനെയല്ല ഇവർക്ക്. നശിപ്പിക്കുക. മുറിയന്മാർ സ്വന്തം കൊച്ചിനെ കൊണ്ടുപോയി മുറിച്ചോളാ പറയുന്നത്. സ്വന്തം കുഞ്ഞിനെയെങ്കിലും ഈ ഒരു വൃത്തികെട്ട ഗോത്രീയതയിൽ നിന്ന് മാറ്റിയെടുക്കണമെന്ന് അവൾ ചിന്തിച്ചോ? ഇല്ല. നാളിതുവരെ ഇസ്ലാമിന്റെ ഉച്ഛിഷ്ടം ഭക്ഷിച്ച് ജീവിച്ചു. പിന്നീട് എന്താണ്? ഇസ്ലാമിനെ തെറി പറഞ്ഞ് ജീവിക്കും. ആകെ മൊത്തം ഇസ്ലാം ഇല്ലെങ്കിൽ ജാമിത എന്ന് പറയുന്ന സാധനമില്ല. അപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞു, ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ, ഇസ്ലാം ഉള്ള, അത് മനസ്സിലായ, വ്യക്തിബോധമുള്ള ഒരു വ്യക്തി മുന്നോട്ട് വന്നാൽ ഇവക്ക് കിട്ടാനുള്ളത് കിട്ടുന്നു. കിട്ടിയില്ലേ? ചെക്ക്. സൂപ്പർ. ഈ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നു മാൻ. നിങ്ങൾ നിങ്ങളുടെ മതവിഭാഗത്തിന് മാത്രമല്ല, ആസ് എ പൗരൻ നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യമാണ് ചെയ്തത്. നിങ്ങളൊരു യഥാർത്ഥ ബോധമുള്ള ഇന്ത്യൻ പൗരനാണ് നിങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സ്വന്തം ജീവിതം കൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് കാര്യം, നിങ്ങൾ സത്യം പറഞ്ഞ ഒരു റോൾ മോഡലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബിക്കോസ് ഇന്റർകാസ്റ്റ് മാരേജ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭരണ സംവിധാനം തന്നെയാണ് നമുക്കുള്ളത്. തീർച്ചയായിട്ടും അത് പ്രോത്സാഹിപ്പിക്കണം. മതേതര രാജ്യമാണ്, മതമില്ലാത്ത മനുഷ്യരുണ്ടാകുക എന്നുള്ളത് അനിവാര്യമായ ഒരു കാര്യമാണ്. അടുത്ത ജനറേഷനെങ്കിലും മതമില്ലാതെ ഉണ്ടായിരിക്കട്ടെ എന്നുള്ളതാണ് ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണത്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിക്കുകയും ഉപദ്രവിക്കുകയും തല്ലിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്നിടത്ത് നിങ്ങൾ മതമില്ലാത്ത കുറച്ച് മനുഷ്യരാണ് ഈ നാട്ടിൻ്റെ ആകെ ബലം. നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്കൊരു സമാധാനം തോന്നുക ഇത്തരക്കാരെ കാണുമ്പോഴാണ്. ഈ ഒരു സിനിമയ്ക്കകത്ത് മോഹൻലാൽ പറയുന്നൊരു കാര്യമുണ്ട്, വാളെടുക്കുമ്പോൾ അച്ഛനെ വെട്ടണോ അമ്മയെ വെട്ടണോ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് ഇത്തരം വിവാഹങ്ങൾ നടക്കും, ഇത്തരം വിവാഹങ്ങൾ നിലനിൽക്കുമെന്ന് പറയും. അത് ആക്റ്റാണ്, സത്യമാണത്. നിങ്ങൾ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യത്തിനെ വക്രീകരിച്ച് വളരെ മോശമായി വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ചത് എവിടെ ഇരുന്നൊരു പട്ടിച്ചത്തം കുരയ്ക്കണു എന്ന് പറഞ്ഞ് കളയാതെ അതിനെതിരെ ആക്ഷൻ എടുക്കാൻ നിങ്ങൾ കാണിച്ച ഇനിഷ്യേറ്റീവ് ഉണ്ടല്ലോ, ഭയങ്കര സൂപ്പറായിപ്പോയി. കാരണം അവർ ചെയ്യുന്നത് തീവ്രമായ മതവിദ്വേഷ പ്രചരണമാണ്. മറിയക്കുട്ടി പറഞ്ഞു, അല്ലെങ്കിൽ അന്നക്കുട്ടി പറഞ്ഞു, ഇതൊന്നും സബ്ജക്റ്റ് അല്ല, നിങ്ങൾ എന്ത് പറഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്, അദ്ദേഹത്തിന് കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുക്കാം. ഇവർ തോന്നിവാസം കാണിച്ചിട്ട് അവർ പറഞ്ഞതെടുത്ത് വെച്ച് പറഞ്ഞതാണ്, ഇവർ പറഞ്ഞതെടുത്ത് വെച്ച് പറഞ്ഞതാണ്. അവർ ഇത്രയും വൾഗറായി പറഞ്ഞില്ലല്ലോ, ഇത്രയും വൃത്തികെട്ട രീതിയിൽ പറഞ്ഞില്ലല്ലോ. പിന്നെ ഒരു ഉസ്താദ് പറഞ്ഞു, എന്തുകൊണ്ട് പറഞ്ഞില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉസ്താദ് പറഞ്ഞതിനെതിരെ ആക്ഷൻ ഉണ്ടായിരുന്നു, അയാൾ മാപ്പ് പറഞ്ഞു. നിങ്ങൾ മാപ്പ് പറയാൻ തയ്യാറായോ? ഇല്ല. എന്ത് തോന്നിവാസവും പറഞ്ഞിട്ട് മാപ്പ് പറയുന്നത് ശരിയാണെന്നുള്ള നടപടി എനിക്കില്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും കേസ് പിൻവലിക്കാനോ ഒരു കോംപ്രമൈസിനോ പോകാതെ യഥാർത്ഥ ബോധത്തോടുകൂടി ആക്ഷൻ എടുക്കണം. ജാമ്യമേ കൊടുക്കാത്ത രീതി ഒരു കേസ് അതിനകത്ത് പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഈ കുത്തളിപ്പങ്ങ് തീരും. സംഘികൾക്ക് ഈ ചൂട് പിടിച്ചു നിൽക്കുന്ന ഇവളോട് എത്രയോ പ്രാവശ്യം എടുത്തും പിടിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സംഘീസം എന്ന് പറയുന്നത് ഒരു വർഗീയതയാണ്. ആ വർഗീയത വളർന്നു വന്നാൽ ഇന്നാട്ടിൽ നിന്റെ മക്കൾക്ക് ഉൾപ്പെടെ പണിയിട്ടു. അത്രയും ഭീകരമാണത്, വർഗീയത അത്രയും ഭീകരമാണ്. എത്രയോ പ്രാവശ്യം പറഞ്ഞു കൊടുത്തു, എന്നാലും റിപ്പീറ്റഡ്ലി അതേ ചെയ്യുന്നു.
സോ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ഇന്നത്തെ ലൈവിൽ ചെയ്യുന്നതായിരിക്കും. ടു സപ്പോർട്ട് മീ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.